ചുമ്മാ നമ്മൾ ഈ ലോകത്തുള്ള ആരും പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ വോട്ട് ചെയ്യുന്നു, എത്തിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഒരു 16 ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അല്ലേ? അപ്പൊ ആ 16 ലക്ഷം പേര് ഉണ്ടെങ്കിലും ആ വോട്ട് ചെയ്തവര് വെറുതെ വോട്ട് ചെയ്തവരല്ല. നമസ്കാരം, അയലത്തെ മലയാളിയാണ്. നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ 7ാമത്തെ സീസണിന്റെ ഫിനാലയെ കുറിച്ച്, അതിന്റെ വോട്ടിങ്ങിനെ കുറിച്ച് ഒത്തിരിയേറെ തർക്കങ്ങളും പലതരത്തിലുള്ള പ്രചാരണങ്ങളും നടക്കുന്ന ഒരു സമയമാണ്. ഈ അടുത്തൊരു ചങ്ങാതി ഇതാണ് PR-ന്റെ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. അത് വ്യാജമാണ് എന്ന് വളരെ കൃത്യമാണ്. ആ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് വ്യാജമാണ് എന്ന്. അതുകൊണ്ട് തന്നെ അത് നമുക്കൊരിക്കലും വിശ്വസിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ ഈ ബിഗ് ബോസ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ളവരാണോ? നിങ്ങൾ ബിഗ് ബോസിനെ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണോ? ഇപ്പോഴും ഇഷ്ടപ്പെടുന്നവരാണോ? അങ്ങനെയാണ് എങ്കിൽ ഈ PR-ന്റെ തട്ടിപ്പിന്റെ രഹസ്യം അത് തെളിവ് സഹിതം, കണക്കുകൾ സഹിതം സത്യാന്വേഷണം അറിയുവാനായിട്ട്, സത്യം അറിയുവാനായിട്ട്, സത്വാന്വേഷണം നടത്തുവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണിത്. അപ്പോൾ തന്നെ ആദ്യം ഞാൻ അനുമോളുടെ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ വരും ഈ വഴിക്ക് പല കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ആ വീഡിയോ നമുക്ക് ആവശ്യം വരും. അതുകൊണ്ടാണ് അതവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നാമത് ഇതിൻ്റെ അകത്ത് ഏഷ്യാനെറ്റിന് പങ്കുണ്ടോ എന്ന് വലിയ സംശയമുണ്ട്. പക്ഷേ നിസ്തർക്കം നമുക്ക് പറയാൻ സാധിക്കും, ഡയറക്റ്റ് ആയിട്ട് ഏഷ്യാനെറ്റിന് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല. ബിഗ് ബോസിന്റെ ഉള്ളിലെ ക്രൂവിന്റെ കയ്യിൽ നിന്ന്, അതായത് അവർക്ക് വിശ്വസ്തരായ ആളുകളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചോർന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ, അതായത് വോട്ടിങ്ങിന്റെ ആ ശതമാനവും കണക്കൊക്കെ, വോട്ടിങ്ങിന്റെ ശതമാനവും ഒക്കെ ചോർത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെതായതിലുള്ള സംശയമുള്ളൂ. വേറൊരു തരത്തിലും ഏഷ്യാനെറ്റിന് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ളതായിട്ട് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ ഏഷ്യാനെറ്റിലുള്ള ചോദ്യം, ഈ സത്യം ഞാൻ വെളിവാക്കുന്നതിന് മുമ്പ് പറയട്ടെ, അവരുള്ള ചോദ്യം ഒന്ന് മാത്രമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ 50ാമത്തെ ദിവസം മുതൽ വെളിപ്പെട്ട് വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയില്ല? അതായത് നിയമപരമായ അന്വേഷണമൊന്നുമല്ല, നിങ്ങൾക്ക് തന്നെ ഒത്തിരിയേറെ തരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇങ്ങനെ അന്വേഷിക്കുവാനൊക്കെ ആയിട്ട്. നല്ലൊരു വലിയൊരു വാർത്താ ചാനലുണ്ട്, ഇതിലും വലിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു അന്വേഷണം നടത്തിയില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. ഇനി അനുമോൾ വലിയൊരു സെലിബ്രിറ്റിയാണ്, അനുമോൾ ജയിച്ചാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലായതുകൊണ്ടാണോ, അതോ നമുക്ക് വോട്ടിംഗ് മാത്രം നോക്കി വെച്ചാൽ മതി, അതിന്റെ പിന്നിൽ നടക്കുന്ന കളികളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ട, മറിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് സത്യം പുറത്തു വിട്ടേച്ചാൽ മാത്രം മതി എന്നുള്ള ചിന്തയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മുടെ PR വിനു വിജയ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷമാണ് ഞാൻ ഇതിന്റെ കാര്യങ്ങളിലേക്ക്, എങ്ങനെയാണ് ഈ വോട്ടിംഗ് തിരിമറി നടത്തിയതെന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. RJ ഔട്ടായ ഒരു വീക്ക്, അപ്പൊ ആ ഒരു വീക്കിന് ശൈത്യ ഔട്ട് ആവേണ്ടതായിരുന്നു. അപ്പൊ ആദ്യത്തെ വീക്ക് RJ മുൻഷി ഔട്ടായി, അതിനുശേഷം RJ ബിൻസി ഔട്ടായി. ഈ RJ ബിൻസി ഔട്ടാവണ വീക്കിന് വേണ്ടി അവരുടെ സമ്മതപ്രകാരമാണ്. ഇപ്പോ നിങ്ങൾക്ക് അറിയാം, വോട്ട് കാശ് കൊടുത്ത് ചെയ്യുന്ന കുറച്ച് ടീമുണ്ട്. ഇപ്പൊ നമ്മുടെ അക്ബറിന്റെയും പിന്നീട് ഒക്കെ PR ചെയ്ത ചിന്ത കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വോട്ട് നമുക്ക് തരും. അത് അതായത് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതായത് ഇവര് കുറച്ച് പിള്ളേർ സെറ്റ് ഉണ്ട്. അവര് പോയിട്ട് ഒരാള് 100 വോട്ട് വെച്ച് 20 പേര് 100 വോട്ട് വെച്ച് പിടിച്ച് 2000 വോട്ട് 3000 വോട്ട്, നമുക്ക് ആവശ്യമുള്ള വോട്ട്, ഇപ്പൊ നമുക്ക് വേണ്ടത് 3000 വോട്ടാണെങ്കിൽ ആ 3000 വോട്ട് PR വിനു വിജയ് തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. നമ്മളാരും ഉണ്ടാക്കിയെടുത്ത ഒരു വെളിപ്പെടുത്തലല്ല. അതായത് വോട്ട് മേടിക്കുവാനായിട്ട് പറ്റും, അതിന്റെ എല്ലാ തലങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് പിള്ളേരെ വിട്ട് 100 വോട്ടുകൾ വെച്ച് മേടിക്കുന്നതാണ്. അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അതിനുള്ള കുറച്ച് പേരുടെ ചിന്തു എന്നൊക്കെ ഉള്ള കുറച്ച് പേരുടെ പേരും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ്, ഇത് വളരെ ക്ലിയർ ആണ്, അവിടെ വോട്ടിംഗ് തിരിമറി നടത്തുവാനായിട്ട് സാധിക്കും, വോട്ട് മേടിക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യം, ഇവനെയാണ് പോയിന്റ് വരുന്നത്. വെറും 3000-4000 വോട്ടുകൾ മേടിച്ചു കഴിഞ്ഞാൽ, ഒരു 4000 വോട്ട് ഒരു മത്സരാർത്ഥിക്ക് മേടിച്ചു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥിനെ അവിടെ നിലനിർത്തുവാനായിട്ട് സാധിക്കും. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? വളരെ കുറച്ച് ആൾക്കാരാണ് ബിഗ് ബോസില് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് അതിൽ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും കേരളം മുഴുവൻ 3.5 കോടി ജനങ്ങളും മുഴുവൻ ഇതിന് ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന് ചക്ക വോട്ട് കുത്തുകയാണെന്ന്. അല്ല, അങ്ങനെ ഒരു കാര്യമില്ല എന്ന് പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കണം.
അപ്പോൾ ഒന്നാമത്തെ കാര്യം വോട്ട് മേടിക്കാൻ നടക്കും. അത് ഞാൻ പറഞ്ഞതല്ല, മറിച്ച് PR വിജയ് പറഞ്ഞതാണ്. രണ്ടാമത് വോട്ട് എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ എണ്ണം പറയുന്നുണ്ട്, ഒരു 3000-ഓ 4000-ഓ വോട്ട് വന്നു കഴിഞ്ഞാൽ ശൈത്യക്ക് അവിടെ നിൽക്കാൻ സാധിക്കുമെന്ന് കൃത്യമായിട്ട് പറയുകയും അത് കാണിച്ചു തരികയും ചെയ്തു. ബിൻസി ഔട്ടായി, ശൈത്യ ഇന്നായി. എങ്ങനെ? അതിനാണ് PR വിജയ് അവിടെ ഉത്തരം പറയുന്നത്. രണ്ടാമത് നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ അനുമോള് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ വോട്ട് 16 ലക്ഷം വോട്ടാണ്. അപ്പോൾ 16 ലക്ഷം വോട്ട് എന്ന് പറഞ്ഞിട്ട് അനുമോള് വീണ്ടും പറയുന്നുണ്ട്, 16 ലക്ഷം ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തു. അതിലെന്ത് വസ്തുതയുണ്ട്? അപ്പൊ 16 ലക്ഷം വോട്ട് ഫിനാലയിൽ ഒരാൾക്ക് കിട്ടിയെങ്കിൽ അത് 6 ദിവസമായിട്ട് കിട്ടിയ വോട്ടാണ്. 6 ദിവസമായിട്ട്, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 6 ദിവസമായിട്ട് ഫിനാലയിൽ കിട്ടിയ വോട്ട് അത് 16 ലക്ഷമാണ് എങ്കിൽ ആ 16നെ 6 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന വോട്ടുകൾ 2.6% അതിന് കുറച്ച് മുകളിലുമാണ്. അതായത് 2,60,000 ചില്ലുവാനം വോട്ടുകളാണ് അനുമോളുടേതായിട്ട് ശരാശരി ഒരു ദിവസം വീണുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അനുമോളെക്കാട്ടിലും 10% കുറവ് വോട്ടുള്ള നമ്മുടെ അനീഷിന് ഒരു 13-നും 14 ലക്ഷത്തിനും ഇടയ്ക്ക് വോട്ടുകളായിരിക്കണം വന്ന് വീണിട്ടുണ്ടാവുക. ഇവിടെയാണ് ഇനി PR കളികൾ നടക്കുന്നത്. അപ്പൊ 16 ലക്ഷം വോട്ട് മേടിക്കുകയല്ല എന്ന് നിങ്ങൾ ഓർത്തണം. 16 ലക്ഷം വോട്ട് മേടിക്കുവാനായിട്ട് സാധിക്കില്ല. കേരളത്തിലെ ഒരു ചെറിയൊരു ശതമാനം ആൾക്കാർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ PR കളികളൊന്നും നടക്കുകയില്ല. അതുകൊണ്ടാണ് ലാലേട്ടനും ബിഗ് ബോസും തുടർച്ചയായിട്ട് വന്ന് പറയും, നിങ്ങൾ വോട്ട് ചെയ്യ്, PR കളികളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോഴും നമ്മൾ കേൾക്കുകയില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സമയമില്ല, താല്പര്യമില്ല. നമ്മൾ ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ ചിന്ത ബാക്കിയുള്ളവർ ചെയ്യുമെന്ന് കരുതിയിരിക്കുകയാണ്. അടുത്ത സീസണിലെങ്കിലും സാധിക്കുന്ന എല്ലാവരും നമ്മൾ യൂട്യൂബും അങ്ങനെയൊക്കെ കാണാൻ കഴിവുള്ളവരാണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് വോട്ട് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല. അതുകൊണ്ട് ജനങ്ങളെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല, ഇവിടെ ഒരു അഴിമതി നടത്താൻ പറ്റിയല്ല. ഇവിടെ ജനങ്ങളെ ഇറങ്ങാത്തത് കൊണ്ട് എന്താ സംഭവിച്ചത്? ഒരു ദിവസം വെറും 2 ലക്ഷത്തി ശിഷ്ടം വോട്ടുകൾ, അതില് ആരാധകരുടേതായ വോട്ട് മാറ്റി കഴിഞ്ഞിട്ട് പിന്നീട് വേണ്ട കുറച്ച് 40,000, ഇവിടെ ഒരു 40,000-നും 30,000-ത്തിനും ഇടയ്ക്ക് ഒരു ഭൂരിപക്ഷമാണ് അനീഷിൽ നിന്ന് വേണ്ടതെങ്കിൽ ആ വേണ്ടി വരുന്ന ഭൂരിപക്ഷം മേടിക്കാം. ഇനി അതിൽ നിന്ന് വരുന്ന കുറവ് വരുന്ന 1 ലക്ഷം വോട്ട് ഒരു ദിവസം ഈ പറയുന്ന 2,60,000 വോട്ടില് ഒരു 60,000-ഓ 1 ലക്ഷമോ വോട്ട് തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ അതല്ലെങ്കിൽ ഹിന്ദി നാട്ടിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇതിനുള്ള ഏജൻസികളുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ട് ഒരു വർഷം ഫുള്ളായിട്ട് അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അതായത് തമിഴ് ബിഗ് ബോസ് നടക്കുന്നു, മലയാളം ബിഗ് ബോസ് നടക്കുന്നു, ഹിന്ദി ബിഗ് ബോസ് നടക്കുന്നു. അപ്പോൾ പല ഭാഷകൾ നടക്കുന്ന എല്ലാവർക്കും വേണ്ടി വോട്ട് മറിക്കുവാനായിട്ട് അങ്ങനെയുള്ള ഏജൻസികൾ ഉണ്ടെന്ന് പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കണം. അപ്പൊ ഈ ഏജൻസികളുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന തുകയുമായിട്ട് കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത്ര വോട്ടുകൾ ഒരു ദിവസം ഇങ്ങോട്ട് മറിച്ചു തരും. പിന്നെ രണ്ടാമത് വലിയൊരു അക്യൂസേഷനാണ് ബോട്ട് വോട്ടുകൾ. അതായത് ഒരാളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പല പ്രാവശ്യം വോട്ട് ചെയ്യാൻ സാധിക്കുന്ന വസ്തുത, അത് എല്ലായിടത്തും നടക്കുന്നതാണ്. അപ്പം ഇങ്ങനെ വോട്ടുകളും മേടിച്ച വോട്ടുകളും കൊണ്ട് നമുക്ക് ഒരു ഭൂരിപക്ഷം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ഇത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഈ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, എന്ത് ചെയ്യണം? എല്ലായിടത്തും ഒരു പ്രതീതി സൃഷ്ടിക്കണം അനുമോൾക്ക് സപ്പോർട്ടുണ്ട് എന്ന്. അതിനെന്ത് ചെയ്യണം? ഏറ്റവും പ്രസിദ്ധമായ ചാനലുകളെ വിലയ്ക്ക് മേടിക്കണം. ഈ ചാനലുകളെ വിലയ്ക്ക് മേടിച്ചു എന്ന് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും അവിടെ നിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, വ്യക്തമായ തെളിവുകളില്ല. പക്ഷേ ഒരു ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബിഗ് ബോസിനെ കുറിച്ച് വളരെ പ്രത്യക്ഷത്തില് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന 2-3 ചാനലുകളെ വിലയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഈ അനുമോളെ പ്രൊപ്പഗാൻഡ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, അനുമോളുടെ പേര് ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ളൊരു പ്രതീതി വരുത്തി കഴിഞ്ഞാൽ, അനുമോൾക്കെതിരെ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഓക്കെ, അനുമോൾക്ക് ജനസമ്മതിയുണ്ട്, ജനസപ്പോർട്ടുണ്ട്. ഇത് നമ്മൾ ആ 13 ആഴ്ചകളിലെ ഈ വോട്ടിംഗ് പാറ്റേൺ ബിഗ് ബോസ് കാണിച്ചു തന്നു. അതിലെ ഫിനാലെ ഒഴിച്ച് ബാക്കി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു ചെറിയൊരു വ്യത്യാസമാണ്. ആ ചെറിയ വ്യത്യാസം പോലും മേടിച്ച വോട്ടുകളാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഫിനാലെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഫൈനൽ ഡേ തൊപ്പിയുടെ ആ ഒരു ലൈവോട് കൂടി അനീഷ് ബഹുദൂരം മുന്നിലേക്കായി? ആത്മവിശ്വാസം അവിടെ നഷ്ടപ്പെട്ടു. പക്ഷെ തോൽക്കാൻ തയ്യാറായില്ല. കാശ് എത്ര വേണമെങ്കിലും ഇറക്കാം.
ഇനി ഇതിൽ അനുമോളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. അനുമോൾ ഇതൊന്നും അറിയാതെ ഉള്ളിലാണ്. ഇതിന്റെ കളികളെല്ലാം പുറത്താണ്, ഇതിന്റെ കച്ചവടങ്ങളെല്ലാം പുറത്താണ് നടക്കുന്നത്. ഇതിന്റെ ക്യാഷിന്റെ ഡീലിങ്ങും ഇതിന്റെ പ്രൈസ് മണി ഉയർന്നു വരുന്നത് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. പ്രൈസ് എത്രയാണ് ഇതിന്റെ അകത്ത് ചെലവാക്കേണ്ടി വരുന്നതെന്ന്. കാരണം അതിന്റെ ആ ക്ലൈമാക്സിൽ എത്തുമ്പോൾ വാങ്ങിക്കേണ്ട വോട്ടുകൾ ഇതനുസരിച്ച് കാശ് ഒത്തിരി തിരിമറി നടത്തേണ്ടി വരും. അപ്പോൾ അതെല്ലാം പുറത്ത് ആരെ ഏൽപ്പിച്ചിട്ട് പോയി അവരെ ചെയ്യണം. ഇനി PR എല്ലാവരും ചെയ്യുന്നില്ലേ? മിക്കവരും തന്നെ ചെയ്യുന്നുണ്ട്. എന്റെ അറിവനുസരിച്ച് അനീഷിന് PR ഇല്ല, പിന്നെ ബാക്കി മിക്കവർക്കും തന്നെ PR ഉണ്ട്. ആദ്യ ദിവസങ്ങളിൽ കുറച്ച് പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും PR ഉണ്ട്. ആ PR എന്ന് പറയുന്നത് ഒരാളുടെ നല്ല കാര്യങ്ങൾ പുറത്ത് കാണിക്കുക, അല്ലെങ്കിൽ അയാളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം മാറ്റി നിർത്ത്. പക്ഷെ ഇങ്ങനെയുള്ള അഴിമതികൾ കാണിക്കുമ്പോൾ ആ 16 ലക്ഷം അല്ലെങ്കിൽ ആ 2.5 ലക്ഷം ആളിൽ ഒരാൾ ഞാനല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ്? ഇപ്പൊ ഏഷ്യാനെറ്റ് തന്നെ പരസ്യമായിട്ട് ഇപ്പം നമ്മുടെ ഷാനവാസിന്റെ അടുത്തൊരു ഒരു ഇന്റർവ്യൂ വെച്ചു. അതിന്റെ വെച്ചിരിക്കുന്നത് അനീഷായിരുന്നു ജയിക്കേണ്ടത്. ഏഷ്യാനെറ്റിനും കൃത്യമായിട്ട് അറിയാം, കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാന്നേ. കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, ഈ പറയുന്നവർക്കും എല്ലാവർക്കും അറിയാം ആരായിരുന്നു ജയിക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ അവര് കൃത്യമായിട്ട് ഷാനവാസം പറയും. പക്ഷെ ഇതിനകത്ത് അവർ പ്രതിഷ്ഠിക്കുന്ന ഒരു കാര്യം, ഒരൊറ്റൊരു കാര്യം കൂടെ. അവസാന ആഴ്ചയിൽ മറ്റവർ വന്ന് കയറി വന്ന്, അതായത് ഈ എക്സിറ്റ് ആയവർ വന്ന് കയറി വന്ന് അനുമോളെ ആക്രമിച്ചതിന്റെ പേരിലാണ് ഇത്രയധികം വോട്ടുകൾ വീണതെന്നുള്ള ഒരു വാർത്ത പരക്കുന്നുണ്ട്. അതും എല്ലാവരും, ഇപ്പൊ ഷാനവാസ് പോലും അതാണ് പറഞ്ഞത്. അതിന്റെ ഒരു വസ്തുത ഞാൻ പറയട്ടെ. ഈ കഴിഞ്ഞ 13 ആഴ്ചകളായിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്തു. ഒരു ഫൈനൽ ആഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഫിനാലെ പ്രശ്നം, ആ പ്രശ്നം ഇങ്ങനെ മൺഡേ തുടങ്ങിയതല്ല. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ അങ്ങനെ കത്തി വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഇമ്പാക്റ്റ് അല്ല അനുമോള് ജയിച്ചത്. അതിന്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടല്ല അനുമോള് ജയിച്ചത്. മറിച്ച് ഈ പറയുന്ന PR-ന്റെ കണക്കുകളിലെ കളിയും കുറച്ച് വോട്ടുകൾ മാത്രം മതി, അത്രേ വീഴുള്ളൂ എന്നുള്ള അറിവുമാണ്. അത് ബിഗ് ബോസിന്റെ ആരാധകരാണ് നിങ്ങളെങ്കിൽ അത് മനസ്സിലാക്കുക. നിങ്ങൾ ആ ഒരു എല്ലാവരോടും പറയുക, അത് ഇങ്ങനെ അവരെ പഠിപ്പിക്കുക, ഇതിങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ട, ഇഷ്ടമുള്ളവരൊക്കെ വോട്ട് ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ ഇനി സീസൺ 5-ലും 6-ലും മാത്രമാണ് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് വിജയിച്ചത്. പക്ഷെ അത് സത്യം പുറത്തു വന്നത് സീസൺ 6-ലാണ്. സീസൺ 5-ൽ ഓർത്തു ആ സമയത്തുള്ള ഒരു സഹതാപ തരംഗം കൊണ്ട് കിട്ടിയതാണെന്ന്. പക്ഷെ അല്ല, അവിടെയും തിരിമറികൾ നടന്നിട്ടുണ്ട്. എത്രയാണ് തിരിമറികൾ നടന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് ജിൻഡോനെ വിശ്വസിക്കാൻ പറ്റില്ല. ഓരോ നിമിഷവും ഓരോ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് ജിൻഡോ. അതുകൊണ്ട് തന്നെ നമുക്ക് ജിൻഡോനെ വിശ്വസിക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ഈ 2.5 ലക്ഷം ആളുകൾ അനുമോൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന്റെ കള്ളവോട്ടുകൾ ഉൾപ്പെടെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരാൾ ഞാനല്ല. നിങ്ങൾ അതിൽ ഒരാളാണോ എന്ന് കമന്റ് ചെയ്യുക. അത് ഞാനല്ലാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ മുന്നോട്ട് വെക്കുന്ന ജീവശാസ്ത്രം, ആ ഒരു ലൈഫ് ഫിലോസഫി, ആറ്റിറ്റ്യൂഡ്, അത് മലയാളികളുടെ ആറ്റിറ്റ്യൂഡ് അല്ല. അത് നമുക്ക് ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് മറ്റ് പല ഭാഷയിലെ ആൾക്കാർ റിവ്യൂ ചെയ്യും. നമ്മളിപ്പോൾ മലയാളത്തെ ബിഗ് ബോസിന് റിവ്യൂ ചെയ്യും. നമ്മൾ പറയും തമിഴിൽ ഇങ്ങനെ സംഭവിച്ചു, ഹിന്ദിയിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ പോലെ അവർ മലയാളം ബിഗ് ബോസ് സീസൺ 7-നെ അവർ റിവ്യൂ ചെയ്യുമ്പോൾ അവർ പറയുമ്പോൾ മലയാളത്തിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാലാണ് അവർ വിജയിക്കുന്നത്. അപ്പം മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. അതൊന്നും വീണ്ടും ഞാൻ വിളിച്ചു പറയുന്നില്ല. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ല, അത് മലയാളികളായ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആണോ എന്ന് നിങ്ങൾ പറയണം. അതായത് ഒരാള് കുറേ വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞിട്ട്, ആരോപണങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് അതിനെ ആരോപിക്കപ്പെട്ടവർ എതിർത്ത് കഴിയുമ്പോൾ, അതായത് അതിന്റെ വേദന അനുഭവിച്ചിട്ട് എതിർത്ത് കഴിയുമ്പോൾ കള്ള ആരോപണം നടത്തിയവര് അതിന്റെ പേരിൽ സഹിക്കേണ്ടി വരുമ്പോൾ അവരോട് നമുക്കൊരിക്കലും സഹതാപം തോന്നേണ്ട ആവശ്യമില്ല. അതായത് ഒരാള് പുതപ്പിന്റെ ഉള്ളിൽ അത് ചെയ്തു, ഒരാള് ബസ്സിൽ നിൽക്കുന്ന പോലെ ഒരു ജാക്കി ചായനാണ്, അങ്ങനെയുള്ള തരത്തിൽ അതുപോലെ എത്ര ഞാനൊന്നും വീണ്ടും വിളിച്ചു പറയുന്നില്ല. ആ സ്ട്രാറ്റജി ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ട്രാറ്റജി അല്ല. അത് നമ്മുടെ ഒരു സ്വഭാവത്തിലുള്ള, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ട്രാറ്റജിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിഗ് ബോസിന് പുറത്ത് നമ്മൾ അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സ്റ്റാർ മാജിക്കിലൊക്കെ നമ്മൾ രസിപ്പിക്കുന്ന നല്ലൊരു കലാകാരിയാണ്. പക്ഷേ ബിഗ് ബോസിൻ്റെ അകത്തെ ആ ആറ്റിറ്റ്യൂഡ് അവിടെ ജീവിക്കുമായിരുന്നു എന്നാണ് അനുമോൾ പറയുന്നതെങ്കിൽ ആ ജീവിതം മലയാളിയുടെ ജീവിതമല്ല, മലയാളികളുടെ അല്ലെങ്കിൽ എൻ്റെ ജീവിതമല്ല, അത് നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഇന്ന് അയലത്തെ മലയാളികൾക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.